നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു ആൾക്കാരുടെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്താണോ? ഭൂരിഭാഗം കേസിലും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന അതേ ബിസിനസ്സിൽ തന്നെ ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകാരുടെ വളർച്ച, അവരുടെ നമ്പേഴ്സ്, അവരുടെ പ്രോഫിറ്റബിലിറ്റി, അവരുടെ മാർക്കറ്റ് റീച്ച്, ഇതൊക്കെ നമ്മളൊരു പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാവാം. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് രണ്ട് തരത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം മോട്ടിവേഷനായി എടുക്കുന്ന ആൾക്കാരുമുണ്ട്, മറ്റുള്ളവരുടെ വിജയം ഡീമോട്ടിവേഷനായിട്ട് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. നിങ്ങൾ ഏത് തരക്കാരനാണെന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. കമ്പാരിസനേക്കാൾ കൂടുതൽ നമ്മൾക്ക് മറ്റുള്ള മാർക്കറ്റിൽ നടക്കുന്ന ആക്ടിവിറ്റിയെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. കമ്പയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. മാർക്കറ്റിൽ എന്ത് നടക്കുന്നു, മറ്റ് കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതിനെക്കുറിച്ചൊരു അവയർനെസ് നല്ലതാണ്. പക്ഷേ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു യൂണീക്ക്നെസ് ഇല്ലാതെ ഒരിക്കലും ഒരു ലോങ് ടൈം സസ്റ്റൈനബിൾ ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പറ്റിയെന്ന് വരാം, അല്ലെങ്കിൽ അതേപോലെയുള്ള വലിയ കോൺഗ്ലോമറേറ്റ് ആണെന്നുണ്ടെങ്കിൽ സാധിച്ചെന്ന് വരാം. അല്ലാതെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതായിട്ടുള്ള ആ യൂണീക്ക്നെസ് പ്രോഡക്റ്റ് തന്നെ ആവണമെന്നില്ല. ആ യൂണീക്ക്നെസ് നമ്മുടെ സർവീസിലാവാം, നമ്മളുടെ എംപ്ലോയിയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിലാവാം, നമ്മളുടെ വർക്ക് കൾച്ചറിലാവാം. ആ യൂണീക്ക്നെസ് എവിടെയും വരാം. പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഓഫറിങ്സ് മാത്രം ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു എക്സാക്ട് കമ്പാരിസൺ പോസിബിൾ അല്ല. കാരണം എൻ്റെ കമ്പനിയുടെ ഉള്ളിലെ വർക്ക് കൾച്ചർ ആയിരിക്കില്ല മറ്റൊരു കമ്പനി, എൻ്റെ അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു കമ്പനിക്കകത്തുള്ള ആ സ്ഥാപനത്തിലെ വർക്ക് കൾച്ചർ. അപ്പോൾ എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും? പക്ഷേ സ്റ്റിൽ ഇൻഫർമേഷൻ നല്ലതാണ്. പക്ഷേ കമ്പാരിസൺ പലപ്പോഴും ഞാൻ കാണുന്നത് കൂടുതൽ ആൾക്കാരും ദോഷമായിട്ടാണ് ബാധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവരുടെ, നമ്മുടെ അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റു ബിസിനസ്സുകാരുടെയോ അല്ലെങ്കിൽ പ്രൊഫഷണലുകളുടെയോ ഗ്രോത്തിനെക്കുറിച്ചോ അവരുടെ വരുമാനത്തെക്കുറിച്ചോ അവരുടെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ആൾക്കാർ വരുമാനമൊക്കെ വളരെ ഉച്ചത്തിൽ പറയുന്നൊരു കാലമാണ്. അത് മറ്റുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ അതോ സ്വയം മോട്ടിവേറ്റഡ് ആവാനാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അത് കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ലത്. കേൾക്കുന്നതുകൊണ്ട് ഡീമോട്ടിവേഷൻ ആണെങ്കിൽ കഴിയാവുന്നിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മളുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്ത്, നമ്മളുടെ യൂണീക്ക്നെസ്സിൽ ഫോക്കസ് ചെയ്ത്, നമ്മുടെ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക.